ഒരു പെൺകുട്ടി നമ്മുടെ ക്ലിനിക്കിലേക്ക് വരുന്നു, കൂടെ പാരന്റ്സ് ഉണ്ട്. അവർക്ക് കല്യാണം കഴിഞ്ഞു, ഡൈവോഴ്സ് ആയി, പിന്നെ ഒരുപാട് ബന്ധങ്ങളൊക്കെ വരുന്നുണ്ട്, ശരിയാവുന്നില്ല. ഈ പെൺകുട്ടി വളരെ നിരാശയായ ഒരവസ്ഥയാണ്. അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചപ്പോൾ അവൾ പറയുന്നത്, എനിക്ക് ജീവിതത്തിൽ എന്ത് ജീവിതം ഇല്ല, ഞാനൊരു രണ്ടാമത്തെ ആളായി, അല്ല എങ്ങനെ. അപ്പം മനസ്സിലായി ഇതിന് മരുന്ന് കൊടുത്തിട്ടോ കൗൺസിൽ ചെയ്തിട്ടോ കാര്യമില്ല. ബേസിക്കലി ഉള്ളിൽ അങ്ങനെ ഒരു തോട്ട് വന്നുപോയി. ആ തോട്ടിനെ മാറ്റിയെടുക്കണം. അപ്പോൾ എനിക്ക് തോന്നിയൊരു ആശയം, എൻ്റെ ടാബ്ലറ്റ് ഒരു ബുക്ക് ഉണ്ടായിരുന്നു, മൈൻഡ് പവർ വർദ്ധിക്കാൻ പറ്റുന്ന സാധനം, ഒരു ബുക്ക്. നിങ്ങൾ എൻ്റെ ചികിത്സയാണ് ഞാൻ സെറ്റായി തരാം. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഈ ബുക്ക് വായിച്ച് തീർക്കുക. ഒരു മാസം കൊണ്ട് ഒരു 4 പേജ് വായിച്ചാൽ മതി ഒരു ദിവസം. എന്നിട്ട് അടുത്ത മാസം വരും. അങ്ങനെ ഒരു മാസം കഴിഞ്ഞപ്പോൾ അത് കുട്ടിയുടെ പാരൻസിൻ്റെ കൂടെ വന്ന സമയത്ത് കണ്ണിലൊരു എനർജി കൂടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞു, കുറച്ചുകൂടി മരുന്ന് കഴിക്കണം, ഒരു ബുക്ക് കൂടി കൊടുക്കും. ആ സമയത്ത് കുറച്ചൊക്കെ സംസാരിക്കുന്നു. രണ്ടാമത്തെ വരവും എന്തായി സംഭവിച്ചു വെച്ചാൽ കുറച്ചുകൂടി ആള് എനർജി കൂടിയപ്പോൾ നമ്മൾ പറഞ്ഞു കുറച്ച് കാര്യം ചെയ്യണം. എന്താണ്, മോർണിംഗിലെ മെഡിറ്റേഷൻസ്, വിഷ്വലൈസേഷൻസ്, ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ കുറച്ചുകൂടി ഫോക്കസ് ചെയ്യും. അപ്പോൾ നല്ലൊരു വരൻ വരുന്നതായിട്ടും വളരെ അഭിമാനകരമായ ഒരു നല്ലൊരു ജീവിതം വരുന്നതായിട്ടും ഇങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറഞ്ഞു. അത്ഭുതകരമായ റിസൾട്ട് പറയാം. ആ പെൺകുട്ടി 2 മാസം കഴിഞ്ഞപ്പോൾ ഹസ്ബൻഡിനെ കൊണ്ട് ക്ലിനിക്കിൽ വന്നു. വളരെ സന്തോഷമുള്ളൊരു ജീവിതം. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ ആ പെൺകുട്ടിയുടെ ആദ്യം എന്തായിരുന്നു, എനിക്കൊന്നും നടക്കില്ല എന്നായിരുന്നു. പക്ഷെ അത് എനിക്ക് നടക്കും എന്ന് സബ് കോൺഷ്യസിലേക്ക് പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വിഷ്വലൈസേഷൻ പവറുണ്ട്. അവിടെയാണ് ആ മാറ്റം വന്നത്.